നമസ്കാരം എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 5 ഹൈ ഗ്രാഫിക്സ് ഓപ്പൺ വേൾഡ് ഗെയിമുകളാണ് നോക്കാൻ പോണേ. ഒന്നാമത്തത് സ്പൈഡർ ഫ്യൂസർ. ഈ ഒരു ഗെയിം ആദ്യം ഞാൻ കളിച്ചു നോക്കിയ സമയത്ത് ഞാൻ ഭയങ്കര സ്കെപ്റ്റിക്കലായിരുന്നു. കാരണം ഇതൊരുമാതിരി സ്പൈഡർമാൻ്റെ ഒരു വൃത്തികെട്ട വേർഷൻ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഗെയിം കളിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഗെയിം ഫിസിക്സ് ആൻഡ് ഗെയിമിൻ്റെ സ്റ്റോറി മോഡ് ഭയങ്കര അടിപൊളിയാണ്. നിങ്ങൾക്ക് ഒരു എനർജി ഡ്രിങ്ക് കുടിക്കുന്ന സമയത്ത് കുറച്ച് എബിലിറ്റീസ് കിട്ടും. നിങ്ങൾക്ക് പിന്നെ വല വിടാൻ പറ്റും. ആ വല വിട്ട് നിങ്ങളിങ്ങനെ സിറ്റി സ്കേപ്പേഴ്സിൻ്റെ ഇടയിൽ കൂടിയൊക്കെ പോകണം. നിങ്ങൾക്ക് ഓരോ ചലഞ്ചസ് ഉണ്ട്. ഒന്ന് എനിമീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോശമായിട്ടുള്ള ആളുകളുമായിട്ട് ഫൈറ്റ് ചെയ്യുക. രണ്ടാമത്തത് ചില ടവറുകൾ കണ്ടുപിടിച്ച് ആ ടവറിൻ്റെ സിഗ്നൽ ഹാക്ക് ചെയ്ത് മിഷൻസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കൺട്രോൾസ് ഒക്കെ ഭയങ്കര സ്മൂത്ത് ആണെങ്കിലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലെഫ്റ്റ് ഹാൻഡ് വെച്ച് നാവിഗേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പാടാണ്. നിങ്ങളിപ്പോൾ പ്ലേ സ്റ്റേഷനൊക്കെ കളിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഞാൻ പ്ലേ സ്റ്റേഷൻ പ്ലെയർ അല്ലാത്തതുകൊണ്ട് എനിക്ക് നാവിഗേറ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. ഈ വല വിട്ട് പോകുന്ന സമയത്ത് ഞാൻ എപ്പോഴും വല്ല ചുമരിലും പോയി ഒട്ടിയിരിക്കാറാണ് പതിവ്. ഇതിനകത്ത് ആ ചുമരിലൊക്കെ പോയി ഇടിച്ച് നിൽക്കുന്നതും ഗെയിം ഡെവലപ്പേഴ്സ് ഭയങ്കര ഫണ്ണി ആയിട്ട് എടുത്തിട്ടുള്ളത്. അതായത് നമ്മളിങ്ങനെ ചുമരിൽ പോയി ഒട്ടിക്കഴിഞ്ഞാൽ ഈ വാളിൻ്റെ ഡ്യൂറബിലിറ്റി ടെസ്റ്റ് ചെയ്തതാണെന്നൊക്കെ ഇങ്ങനെ പറയും. ഒരു ഫണ്ണായിട്ടുള്ള ഗെയിം, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ടൈം പോകുന്നത് അറിയില്ല, അടിപൊളിയാണ്. രണ്ടാമത്തത് 2026 എൻ്റെ ഫേവറേറ്റ് ഗെയിം അസോൾട്ട് ബോൾസ്. ഈ ഒരു ഗെയിം ഒരു അന്യായ ഗെയിമാണ്. എഡ്ജ് ഓഫ് ടുമോറോന്നോ അങ്ങനെ എന്തോ പറഞ്ഞൊരു സിനിമയില്ല, അതിൻ്റെ അകത്തൊക്കെ നമുക്ക് അല്ലെങ്കിൽ ഈ അവതാറിൻ്റെ അകത്ത് നമ്മളൊരു ഒരു റോബോട്ടിൻ്റെ അകത്ത് കയറി ഇരുന്ന് ഫൈറ്റ് ചെയ്യൂലേ, അതേപോലെ നിങ്ങളൊരു റോബോട്ടാണ്. ഇതിനകത്ത് പലതരത്തിലുള്ള രീതിയിൽ നമുക്ക് കളിക്കാൻ പറ്റും. പറക്കുന്ന റോബോട്ടുകളും ഉണ്ട്, അതുപോലെ തന്നെ തറയിൽ കിടന്ന് അടികൂടുന്ന റോബോട്ടുകളും ഉണ്ട്. ഇതൊരു മൾട്ടിപ്ലെയർ ഓൺലൈൻ ഗെയിം ആയതുകൊണ്ട് തന്നെ ഭയങ്കര ചലഞ്ചിങ് ആണ്. അതുമാത്രമല്ല ഈ ഗെയിം റിലീസ് ആയത് മുതൽ കളിക്കുന്ന കുറേ ഹൈ എൻഡ് ഗെയിമേഴ്സും ഉണ്ട്. അപ്പോൾ ഇവരുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ഗെയിം മെക്കാനിസം ഭയങ്കര അടിപൊളിയാണ്, ഗ്രാഫിക്സ് ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് പോരായ്മയായിട്ട് തോന്നിയത് ഇതിൻ്റെ അകത്ത് കുറച്ച് സെൻസിറ്റിവിറ്റി ഇഷ്യൂസ് ഭയങ്കരമായിട്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്കോപ്പ് ഓണാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്താലും നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ചേഞ്ച് ആവാത്തതായിട്ട് തോന്നി. എൻ്റെ ഫോണിൻ്റെ പ്രശ്നമാണോ എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾ കളിച്ചു നോക്കുക, ഒരു അടിപൊളി ഗെയിം. നിങ്ങൾ അതിൻ്റെ അകത്ത് അഡിക്റ്റഡ് ആവും. എൻ്റെ ഫേവറേറ്റ് 2026 ഗെയിം. മൂന്നാമത്തത് ഗെയിം ഓഫ് ത്രോൺസിൻ്റെ കിങ്സ് റോഡ്. ഈ ഒരു ഗെയിം ആക്ച്വലി ഞാൻ ഇത്രയും അടിപൊളിയാവുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തതല്ല. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഗെയിം ഓഫ് ത്രോൺസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും ഞാൻ കണ്ടതുവരെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തൊരു സീരീസാണ്. ഇതിൻ്റെ അകത്ത് നമ്മുടെ കിങ് ജോഫ്രി മരിച്ചതിന് ശേഷമുള്ള കുറച്ച് സിറ്റുവേഷൻസ് ആണ് ഈ ഒരു ഗെയിമിൻ്റെ അകത്തുള്ളത്. ഇത് PC-യിലും അവൈലബിൾ ആണ്. ഈ ഒരു ഗെയിമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒന്നാമത്തത് ഇതിൻ്റെ ഗ്രാഫിക്സ്, അന്യായ ഗ്രാഫിക്സ് എന്ന് വെച്ചാൽ അന്യായ ഗ്രാഫിക്സ്. രണ്ടാമത്തത് ഇതിൻ്റെ സ്റ്റോറി ലൈൻ. അതുമാത്രമല്ല ഇതിൻ്റെ കട്ട് സീനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കാണാനായിട്ട്. നമ്മൾ ഏകദേശം ഒരു 30 മിനിറ്റ് കളിച്ചാൽ മാത്രമേ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഗെയിമിലേക്ക് തന്നെ നമ്മൾ കയറുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഒരു ഹൈ എൻഡ് ഡിവൈസ് ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്താൽ മതി. എന്നാൽ മാത്രമേ അത് വർത്താവുള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഒരുപാട് സ്റ്റോറി മോഡ് മിഷൻസ് നിങ്ങൾക്ക് ഇതിനകത്ത് കളിക്കാനുണ്ട്. ഒരു അടിപൊളി ഗെയിം, ട്രൈ ചെയ്ത് നോക്കാം. കഴിഞ്ഞ തവണത്തെ നമ്മുടെ ആപ്പ് സീരീസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും കമൻറ്റ് ചെയ്തൊരു ഗെയിമാണ് വേർ വിൻസ് മീറ്റ്. ഈ ഒരു ഗെയിം ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കളിച്ചിരിക്കേണ്ട ഒരു ഗെയിമാണ്. നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് സ്റ്റോറേജും അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസും ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ട്രൈ ചെയ്യുക. ഇത് 10th സെഞ്ച്വറി ചൈനയിൽ നടക്കുന്ന ഒരു 5 ഡൈനാസ്റ്റി ആൻഡ് 10 കിങ്ഡം പീരീഡിൽ ഉള്ളൊരു സിറ്റുവേഷനാണ്. ഇതിനകത്ത് അമ്പും വില്ലും കുറേ സ്പെഷ്യൽ എബിലിറ്റീസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഈ ഒരു ഗെയിമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഗെയിമിനകത്ത് എടുക്കുന്ന ഡിസിഷൻസ് വെച്ച് ഭയങ്കര ഹൈപ്പർ പേഴ്സണലൈസ്ഡ് ആണ് ഈ ഗെയിമിൻ്റെ സ്റ്റോറി പോവുക. ഇപ്പോൾ ഞാൻ കളിക്കുന്നത് പോലെ ആയിരിക്കില്ല നിങ്ങളത് കളിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ. സോ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സാധനം. കളേഴ്സ്, ഗെയിം ഗ്രാഫിക്സ്, അത് ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത്, ഏറ്റവും എടുത്ത് പറയേണ്ടത് ഗെയിമിനെ ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടാണ്. ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അഞ്ചാമത്തെ നമ്മുടെ ഗെയിം ഓഫ് റോഡ് ലീഗ്. ഞാൻ ഈ ഇടയ്ക്ക് കളിച്ചതിൽ ഏറ്റവും നല്ലൊരു റേസിംഗ് ഗെയിം. ഇതൊരു റേസിംഗ് ഗെയിം അല്ല, ഇതൊരു ഓപ്പൺ വേൾഡ് റേസിംഗ് ഗെയിം എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനകത്ത് മൾട്ടിപ്ലെയറുമായിട്ട് നിങ്ങൾക്ക് റേസ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു മോഡും ഉണ്ട്. അതുപോലെ തന്നെ ഫ്രീ റോം എന്ന് പറഞ്ഞിട്ടൊരു മോഡും ഉണ്ട്. ഫ്രീ റോം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാറ് സെലക്ട് ചെയ്തതിന് ശേഷം ആ കാറും കൊണ്ട് ഇതിനകത്ത് ഇഷ്ടം പോലെ അടിപൊളി മാപ്പുകളുണ്ട്. ഓരോ മാപ്പും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. ഗ്രാഫിക്സ് ഭയങ്കര നല്ലതാണ്, ഗെയിം ഫിസിക്സ് ഭയങ്കര നല്ലതാണ്. അവിടെ ഇവിടെ കുറച്ച് ഗ്ലിച്ചുകളൊക്കെ ഉണ്ട്. അതൊഴിച്ച് കഴിഞ്ഞാൽ അടിപൊളി ഗെയിം. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഗെയിമിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കൂടുതൽ എക്സൈറ്റിംഗ് വീഡിയോസ് ഉടനെ വരുന്നുണ്ട്, കുറേ റിവ്യൂ യൂണിറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ കിട്ടാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ ബെല്ലൈക്കണം അമർത്തിയിരിക്കുക. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നത് വരേക്കും